لا إله إلا الله 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 لا إله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. قال الله عز وجل: كل مولود يولد على الفطرة فأبواه يهودانه وينصرانه. قال رسول الله صل يا ربنا صل منا على طه ياسين മുത്തുമാണിക്കമാണ് വഹമീം. തൂബാലിമൻ ബനാ ഖുബ്ബത്തൽ മദീന ഖദ് അഖാമാ. സല്ലി യാ റബ്ബനാ വസലാമാ. طيب تربته فحمسكا غلا ومراما. صل يا ربنا وسلاما. ربي آتي المنى آتي سيدنا ومقاما. من لدنك له تماما. ربي فارزقنا حب سيدنا وشفاعة شفيعنه فينا بجماعة. نرجو رؤيته هنا بهنا وهناك. صل سلم عليه فداك. صل سلم على آل صحب نولا لهدانا. آتي أنفسنا تقوانا. صل يا ربنا صل منا على طه ياسين മുത്തുമാണിക്കമാണ് വഹമീം. ഏറ്റവും ബഹുമാനമുള്ള സഹകാരി അവറുകൾ, മറ്റു പണ്ഡിതന്മാരെ, നാട്ടിലെ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, SYSന്റെയും SF-ന്റെയും കർമ്മധീരരായ സഹപ്രവർത്തകന്മാരെ, ഒളവോട്ടൂർ ചവിട്ടാണിക്കുന്ന് SYS കമ്മിറ്റി സംഘടിപ്പിച്ച
ഒരു മഹത്തായ മതപ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭങ്ങൾക്ക് വേണ്ടി ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ശിഹാബ് അൽ ജിഫിരി, അതേപ്രകാരം പാനൂർ തങ്ങൾ, വിശിഷ്യ കുണ്ടൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുൽ അസാത്തിദ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. യാ റബ്ബി സല്ലി അലാ മൻ ഹല്ലാ ബിൽ ഹറമി താഹർ റസൂലില്ലദീ ഖദ് ഖുസ്സാ ബിൽ കറമി മൗലായ സല്ലി വസാ യാ റബ്ബി ആതിൽ മുനാ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സാഹിബിൽ ആയാതി വൽ ഹികമി മൗലായ സല്ലി വസാ യാ റബ്ബ സയ്യിദിനാ ഖൈറിൽ വറാ സനദാ حصل مقاصدنا ذا الجود والكرم مولاي صل وسلم دائما أبدا على حبيبي. الله سبحانه وتعالى നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. വർത്തമാന സാഹചര്യത്തിൽ സകല മേഖലകളിലും ചോദ്യചിഹ്നമായി നിൽക്കുന്നതും ഈ സന്താനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലുതായതിന് ശേഷം മക്കളിൽ അപമാനം സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ ഒരു മാതാപിതാക്കളോ കുടുംബങ്ങളോ വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ, എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ ശക്തമായ ഒരു തയ്യാറെടുപ്പ് ആ മക്കൾ നന്നാകേണ്ട കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ മേഖലകളിലും മനുഷ്യന് ചോദ്യചിഹ്നമായി നമ്മുടെ വളർന്നു വരുന്ന തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം സൗകര്യങ്ങളും സുഖങ്ങളുമുണ്ടോ, ഇതെല്ലാം പൂർവികരായ നല്ല സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുകയും മഹാത്മാക്കളെ അടയാളന്മാരായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവർക്ക് അള്ളാഹു നേടിക്കൊടുത്ത സൗകര്യങ്ങൾ, സുഖങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവപ്പെട്ട് രക്ഷിതാക്കൾ കഷ്ടപ്പെടുമ്പോൾ എല്ലാ മേഖലകളും മനുഷ്യനെ അപമാനപ്പെടുത്തുന്ന മക്കളായി മാറുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നല്ല പങ്ക് വഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് വാപ്പക്കും ഉമ്മക്കും നല്ല പങ്ക് വഹിക്കാനുണ്ട്. എല്ലാറ്റിലും മർമ്മപ്രധാനമായത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് വിവാഹം ചെയ്തവരും വിവാഹം കഴിക്കാത്തവരും മക്കളുള്ളവരും മക്കളില്ലാത്തവരും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു മേറ്റർ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചിരിക്കുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, എൻ്റെ ഭാര്യമാരിലും എൻ്റെ മക്കളിലും കണ്ണ് കുളിർമയാകുന്നൊരവസ്ഥ എനിക്ക് നൽകണേ അല്ലാ. സന്തോഷകരമായ ഒരവസ്ഥ. മക്കൾ അറിയുമ്പോഴേക്ക് മനസ്സിന് കുളിർമയുണ്ടാകുന്ന ഒരു അന്തരീക്ഷം, സ്വന്തം കുടുംബജീവിതത്തിൽ കുളിർമയുണ്ടാകുന്ന ഒരു അന്തരീക്ഷം അതെനിക്ക് നൽകണം തമ്പുരാനെ. കാരണം ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടായത്, അപമാനിതരായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത മാതാപിതാക്കൾ ഉണ്ടായത്, അവർക്ക് അവരെ മക്കളിൽ സന്തോഷകരമായ അവസ്ഥ ഉണ്ടായില്ല. മാനസികമായി കണ്ണ് കുളിർമയാകുന്ന ഒരു അന്തരീക്ഷം അവരെ വീടുകളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ
ഒന്നാമതായി റബ്ബിനോടുള്ള ദുആയാണ്. എല്ലാ സമയത്തും അവിടുത്തെ മാതാപിതാക്കൾ ദുആർക്കണം. കല്യാണം കഴിക്കാൻ പോകുന്നവരും ദുആ ചെയ്യണം. ഏത് മനുഷ്യന്റെ ദുആയും റബ്ബേ എനിക്ക് നീ ഒരു ഭാര്യയെ തന്നാൽ, എനിക്ക് മക്കളെ തന്നാൽ അവരിലൂടെ കണ്ണ് കുളിർമയാകുന്നൊരവസ്ഥ എനിക്ക് നൽകണേ അല്ലാ. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാജ്യത്ത് നിങ്ങളോട് കുടുംബജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടത് വെറും ഒരു വൈകാരിക ശമനത്തിന് വേണ്ടിയല്ല. തസവ്വജുൽ വലൂദൽ വദൂദ് ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയും നല്ല സ്നേഹനിധികളായ കുടുംബത്തിനുമായി നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറയാനുള്ള കാരണം, നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നല്ല ഉത്തമന്മാരായ എന്റെ ഉമ്മത്തുകൾ അർദ്ധിച്ചു വന്നാൽ ആ അധികരിച്ചു വന്ന ഉമ്മത്തുകളെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ വെച്ച് പവർ നടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആ മക്കളെ കൊണ്ട് പവർ നടിക്കണമെങ്കിൽ, നമ്മുടെ മകനെ കണ്ട് ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ല നിലയിലുള്ള വളർന്നവരാകണം, മദ്യപിക്കാത്തവനാകണം, വ്യഭിചരിക്കാത്തവനാകണം, സ്വാലിഹീങ്ങളെയും മഹാരഥന്മാരെയും ആദരിക്കുന്നവരാകണം, റബ്ബിന് പൊരുത്തപ്പെട്ട രൂപത്തിൽ വളരാൻ, ഭീകരതയും തീവ്രവാദവും വലിച്ചെറിയാൻ നല്ല സന്തോഷകരമായ ജീവിതമുള്ള മക്കളായാൽ ആ മക്കളെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പവർ നടിക്കുകയാണ്. ആ പവർ നടിക്കുന്ന മക്കളാ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ്, നിങ്ങൾ വിവാഹം നടത്തേണ്ടത് എനിക്ക് നിങ്ങളെ മക്കളെ കണ്ടുകൊണ്ട് പവർ നടിക്കാനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന് ദുഷിപ്പേരുണ്ടാക്കുന്ന ശൈലിയല്ലേ അവർ ചെയ്യുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തും ചില ആളുകൾ ഭീകരവാദികളായതിന്റെ പേരിൽ, വേണ്ടാത്ത തീവ്രവാദികളായതിന്റെ പേരിൽ, മദ്യപാനികളായതിന്റെ പേരിൽ, വേശ്യാവൃത്തിക്കടിമപ്പെട്ടതിന്റെ പേരിൽ, നേരത്തെ ഇസാക്കാജി ഓർമ്മപ്പെടുത്തിയതുപോലെ വേണ്ടാത്ത ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളായി നമ്മുടെ മക്കൾ മാറിയതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങൾക്ക് പവർ നടിക്കാൻ നമ്മുടെ മക്കളിലൂടെ സാധിക്കുമോ രക്ഷിതാക്കളെ? നമ്മളെ മക്കൾ അതിന് പറ്റുന്നവരാകണം. എന്ന് മാത്രമല്ല, ഉമ്മക്കും ബാപ്പക്കും സന്തോഷിക്കാൻ കഴിയണം. എന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാതാപിതാക്കളെ മേലിൽ അധികാരം പ്രവർത്തിക്കുന്ന മക്കള്, മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളായാൽ അത്തരം മക്കളെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടുക. ഖാല റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞത് സ്വീകരിക്കാത്ത, എന്നെ അനുസരിക്കാത്ത, എന്നെ അപമാനപ്പെടുത്തുന്ന മക്കളേക്ക് നൽകല്ല റബ്ബേ. എന്ന് മാത്രമല്ല, അവസാന നാളിന്റെ ലക്ഷണമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അന്തലിദൽ അമതു റബ്ബതഹാ. ഒരു വെള്ളാട്ടിപ്പെണ്ണ് അവിടത്തെ യജമാനനെ പ്രസവിക്കലാ എന്ന് പറഞ്ഞാൽ, ആ യജമാനൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കൾ ഇവിടെ ലോകത്ത് പെരുകി വരിക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഉമ്മമാരും ബാപ്പമാരും മക്കളെ അടിമവേല ചെയ്യുന്നവരാകണം. സാധാരണ യജമാനന് സേവനം ചെയ്യുന്ന അടിമയാണെങ്കിൽ അടിമക്ക് സേവനം ചെയ്യുന്ന യജമാനനാകും പോലെ ഇവിടത്തെ മക്കൾക്ക് സേവനം ചെയ്യാൻ ഉമ്മയും ബാപ്പയും തരം താഴുകയാണ്. അതല്ലേ ഇന്നത്തെ നാട്ടിൽ കാണുന്നത്. മക്കളെ വസ്ത്രം അലക്കി കൊടുത്തിട്ടില്ല എങ്കിൽ മക്കൾ ബഹളം വെക്കുന്നവരാണ്. മക്കള് പുറത്തിറങ്ങുമ്പോഴേക്ക് ഇസ്ത്രി വെട്ടിട്ടില്ല എങ്കിൽ ചീത്ത പറയുന്നവരാണ്. മകൻ വരുമ്പോഴേക്ക് ഭക്ഷണം മുന്നിലെത്തിച്ചിട്ടില്ലെങ്കിൽ ബഹളം വെക്കുന്ന മക്കളാണ്. എന്ന് മാത്രമല്ല, ഏത് മകനാണെങ്കിലും മകന്റെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ, മക്കളെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കാൻ, മക്കളെ ചെരുപ്പ് കഴുകി കൊടുക്കാൻ ഇവിടത്തെ ഉമ്മമാര് തയ്യാറായിട്ടില്ലെങ്കിൽ ആ ഉമ്മമാരെ വഴക്ക് പറയുന്ന മക്കളായി നമ്മുടെ കുടുംബം മാറിയിട്ടില്ലേ? ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഇവിടത്തെ എല്ലാ മതവിശ്വാസികളും ഈ ആശയം അംഗീകരിക്കുകയാണ്.
വേദഗ്രന്ഥങ്ങളെ പരിഭാഷയിൽ. ഈ രാജ്യത്ത് അച്ഛനും അമ്മയും മക്കളുടെ ഭാണ്ഡവും പേറുകയാണ്. മക്കൾ നടന്നു പോകുമ്പോൾ ബാഗ് ചുമക്കാൻ, പെട്ടി ചുമക്കാൻ ഉമ്മയും ബാപ്പയും ആകുന്ന ഒരു കാലഘട്ടം, ഒരു നാശത്തിന്റെ കാലഘട്ടമാണ് ഹിന്ദു മതവും ലോകത്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് ഗൗരവത്തിൽ പറഞ്ഞത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളെ മക്കൾക്ക് സേവനം ചെയ്യുന്ന, അന്ന് പറഞ്ഞാൽ മക്കളെ അടിമയായി നിൽക്കുന്ന, മാതാപിതാക്കളെ മേൽ അധികാരം പ്രവർത്തിക്കുന്ന മക്കളെ എനിക്ക് നൽകല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടാണ് മക്കളെ കണ്ണുകുളിർമയുള്ള അന്തരീക്ഷം ഉണ്ടാകണം. കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന നല്ല മക്കളുണ്ടാകാനാണ്. അതിന് അള്ളാഹുവിന്റെ റസൂല് ഒന്നാമതായി പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പിന്നെയും റസൂലുള്ള പറയുന്നു, അള്ളാഹുവിന്റെ പേരുച്ചരിച്ചിട്ടല്ലാതെ ഒരു ഭർത്താവും ഭാര്യയെ ബന്ധപ്പെട്ടുകൂടാ. ഒരു ദമ്പതിയും തന്റെ വൈവാഹിക ജീവിതത്തിൽ കടന്നുകൂടാ. നിങ്ങൾ നോക്കൂ, ആ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ വരെ അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് എന്റെ ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടുമ്പോ അതിൽ നിങ്ങൾക്കൊരു മക്കള് വിരിക്കപ്പെട്ടാൽ ആ മക്കളെ ശൈത്താൻ ബുദ്ധിമുട്ടിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. നിങ്ങൾ നോക്കൂ, ഇപ്പത്തെ അന്തരീക്ഷത്തിൽ സ്വന്തം ഒരു ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തിൽ അള്ളാഹുവിന്റെ പേരാണ് ശൈത്താൻ അകറ്റി നിർത്താനുള്ള പ്രവർത്തനമാണെങ്കിൽ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര അന്തരീക്ഷത്തിൽ ഒരു മണിയറ സെറ്റപ്പ് ചെയ്താൽ ആ മണിയറയിൽ വലിയ 2 കേബിനും ഫിറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല, തന്റെ മണിയറയുടെ ആദ്യ ദിവസത്തിൽ തന്റെ ഭർത്താവും ഭാര്യയും ബന്ധപ്പെടുമ്പോ അന്ന് ചടക്കം പൊട്ടിക്കുന്ന മക്കൾ വരെ ലോകത്ത് വളർന്നു വരികയാണ്. എന്തിനാണ് നല്ല ഒരു കേബിനെ റൂമിൽ ഫിറ്റ് ചെയ്തത്? ഞാൻ എന്റെ ഭാര്യയുമായി സല്ലപിച്ചിരിക്കുന്ന സമയം ഞങ്ങളുടെ വർത്തമാനം ശ്രവിക്കാതിരിക്കാൻ നല്ല മ്യൂസിക്കുകളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം തന്റെ മണിയറയിൽ മുഴങ്ങി കേൾക്കാൻ അവർ വേണ്ടാത്ത ശബ്ദ മ്യൂസിക്കുകൾ ഉണ്ടാക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ശൈത്താനെ അകറ്റി നിർത്താൻ അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബന്ധപ്പെടണമെന്ന് പറയുമ്പോ ആ ശൈത്താനെ വിളിച്ചു വരുത്താൻ മ്യൂസിക്കുകളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ഒരു ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെട്ടാൽ അതിൽ നമുക്ക് മക്കളെ വിധിക്കപ്പെടുകയാണെങ്കിൽ അത് ശൈത്താന്റെ ആശീർവാദമുള്ള മക്കളല്ലയോ? ഈ മക്കൾ നമുക്ക് കണ്ണ് കുളിർമയുള്ള മക്കളാണോ രക്ഷിതാക്കളെ? ഇന്ന് അങ്ങനെയാണ്. ഏതൊരു ചെറുപ്പക്കാരന്റെ മണിയറയും ശബ്ദ മ്യൂസിക്കുകളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ശൈത്താനെ വിളിച്ചു വരുത്തുകയാണ്. ഇത് ശൈത്താൻ അകറ്റി നിർത്താനുള്ള മാർഗം മാറ്റിവെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബന്ധപ്പെടുകയാണ്. നിങ്ങളെ സ്ഖലന സമയത്ത് ഒരാളെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യം എന്താണോ, ആ മാനസിക സംതൃപ്തി എത്രത്തോളമാണോ, ആ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയുടെ ശക്തി എത്രത്തോളമാണോ, അതുപോലും നിങ്ങളെ മക്കളിൽ പ്രതിഫലിക്കുമെന്നല്ലേ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾ കണ്ടോ, ഏതെങ്കിലും സിനിമ ഗാനം ആലപിക്കുന്ന ശബ്ദം കേട്ടാൽ, ഏതെങ്കിലും വേണ്ടാത്ത ശബ്ദ മ്യൂസിക്കുകൾ കേട്ടാൽ, ആ മ്യൂസിക്കിന്റെ ലഹരിയിലാണ് നിങ്ങളെ ജീവിതമെങ്കിൽ അതിലുണ്ടാകുന്ന മക്കൾ നന്നാവുകയില്ല. അതുകൊണ്ട് ആ റബ്ബിന്റെ പേര് ചിരിച്ച് ബന്ധപ്പെടാൻ പറഞ്ഞു. ഇതൊരു വലിയ പുണ്യമായി കൽപ്പിക്കാനുള്ള കാരണവും അതാണ്. മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ വരെ റബ്ബ് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകുകയാണ്, കൂലി നൽകുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ വൈകാരിക ശമനത്തിന് വേണ്ടി ഞങ്ങളെ ഭാര്യയെ സമീപിക്കുന്നതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടെന്നാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, പ്രിയപ്പെട്ട സഹാബ, അത് നിങ്ങൾ വേണ്ടാത്ത ഒരു ഹറാമായ കാര്യത്തിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്ന കാര്യമല്ലയോ? അതുകൊണ്ട് അനുവദിക്കപ്പെട്ട മേഖലയിലായാൽ അതിൽ റബ്ബ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയാണ്. ഖാല റസൂലുള്ളാഹി. നന്മയുടെ തുടക്കമായി റബ്ബ് തആല വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ടും പറയുകയാണ്, ഓരോ ഗർഭിണിയാകുന്ന ഉമ്മക്കും നല്ല നല്ല പ്രോത്സാഹനമാണ് അള്ളാന്റെ റസൂല് കൊടുത്തിട്ടുള്ളത്. ആ ഗർഭിണിയാകുന്ന പെണ്ണിക്ക് നല്ല നല്ല നിർവചനവും ചികിത്സയുമാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്.
ഒന്നാമതായി മറിയം ബീവിയുടെ ഗർഭിണിയാകുന്ന സമയത്ത് ആ മറിയം ബീവിയെ ആരോപിക്കുന്ന ഒരുപാട് രംഗ ലോകത്ത് വരികയും അതിന്റെ പേരിൽ മറിയം ബീവി കഷ്ടപ്പെടുമ്പോ അള്ളാഹു പറയുന്നു, മറിയം ബീവിയെ നിങ്ങൾ ഒരിക്കലും പേടിച്ചു പോകണ്ട, ഒരിക്കലും നിങ്ങൾ ടെൻഷനാകണ്ട, മാത്രമല്ല നിങ്ങൾ പഴങ്ങൾ ധാരാളം ഭക്ഷിച്ചു കൊള്ളുക. 3 നിർദ്ദേശങ്ങൾ അല്ലാഹു ഖുർആനിൽ കൊടുക്കുകയാണ്. ഈ വലിയ 3 ചികിത്സകളല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനും ഇന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഗർഭിണികളായ സഹോദരിമാര് വീട്ടിലുണ്ടായാൽ ആ കുഞ്ഞിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, ഉമ്മക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഗർഭസംബന്ധമായ പ്രയാസത്തിന്റെ റിപ്പോർട്ടുകൾ ഒരു വീട്ടിലും പറയാൻ പാടില്ല. ആ ഗർഭിണിയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ കർക്കശമായ നിയമമാണ്. ഗർഭിണിയായ ഒരു പെണ്ണ് വീട്ടിലുണ്ടായാൽ പ്രസവ സംബന്ധമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആ വീട്ടിൽ പറയാൻ പാടില്ല. നമ്മളെ ചില നാട്ടിലുള്ള സഹോദരിമാരുണ്ടല്ലോ, അവരൊരു വീട്ടിലേക്ക് കയറി വരികയും ആ വീട്ടിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ കാണുകയും ചെയ്താൽ നിനക്ക് എത്ര മാസം ഗർഭിണിയാണെന്ന് ചോദിക്കുകയും അതിന്റെ കണക്ക് കേൾക്കുമ്പോഴേക്ക് ഉമ്മ പറയുന്നു, മോളെ നീ ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? നമ്മൾ അയൽവക്കത്തെ ഇന്നാലിന്ന പെണ്ണിന് ഗർഭമുണ്ടായതിന്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തിയിട്ട് ആ കുട്ടിയെ പുറത്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന സഹോദരിമാർ അവർ ശൈത്താനിയത്തായ പെണ്ണുങ്ങളാണ്. ഗർഭിണിയായ പെണ്ണ് ഒരു വീട്ടിലുണ്ടായാൽ എന്ന് മാത്രമല്ല, വിഷമിക്കുന്ന രോഗമുള്ള ഒരാൾ വീട്ടിലുണ്ടായാൽ പ്രയാസ സംബന്ധമായ ഒന്നും തന്നെ ആ വീട്ടിൽ പറയാൻ പാടില്ല. ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ലാതെ മറ്റൊന്നും പറയാൻ പാടില്ല. അതാണ് മറിയം ബീവിയെ ആരോപണ വിധേയമായപ്പോ അള്ളാഹു പറയുന്നു, മറിയം ബീവിയെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ടെൻഷൻ ആകണ്ട, ഇനി നിങ്ങൾക്ക് നല്ല പ്രോട്ടീൻ ഉണ്ടാകാൻ നിങ്ങൾ ധാരാളം പഴങ്ങൾ കഴിക്കണം. ഇന്ന് ആ പഴങ്ങൾ കാപ്സ്യൂളുകളായി വരികയാണ്. അത് തന്നെയാണ് ഗർഭകാലത്ത് കൊടുക്കുന്ന ഗുളികകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലയിൽ നമ്മുടെ ഗർഭകാലം കൊണ്ട് നടന്ന് വളരെ ചുരുക്കി പറയുക, ആ മക്കളി ലോകത്ത് വരുമ്പോൾ സമയത്തുണ്ടല്ലോ, ഇനിയും മക്കൾ നന്നാകുന്ന നിർണായ ഘട്ടമാണ്. അള്ളാഹുവിന്റെ പേര് കെട്ടി വളരേണ്ട മക്കളാ, അല്ലാഹ് എന്ന പേരുച്ചരിച്ച് മരിക്കേണ്ട മക്കളാ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ചെവിട്ടിൽ ആദ്യമായി കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്ന അല്ലാഹ് എന്ന പദം ആദ്യമാണെങ്കിൽ ആ കുഞ്ഞ് ലോകത്ത് നിന്ന് മരിച്ചു പോയാൽ അവസാനം പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന പദം അവിടെ അവസാനമാണ്. അല്ലാഹ് എന്ന് കേട്ട് ജനിക്കേണ്ട മക്കളാണ്, അല്ലാഹ് എന്ന് കറിഞ്ഞ് മരിക്കേണ്ടവരാണ്. എത്ര വലിയ തന്ത്രമാണ്! അല്ലാഹു പറയുകയാണ് ആ വലത് ചവിട്ടിൽ ബാങ്ക് കൊടുക്കാൻ. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, നമ്മൾ നല്ല ആരോഗ്യമുള്ള മക്കളായപ്പോ, നമ്മൾ ചെറുപ്പക്കാരായ മക്കളായപ്പോ പലരും ക്ലബുണ്ടാക്കി ജീവിക്കുകയാണ്, പലരും മത്സരങ്ങളും ഉത്സവങ്ങളും നടത്തുകയാണ്, ഗാനമേളകളും മിമിക്സികളും സംഘടിപ്പിക്കുകയാണ്, കോമഡികളെ ലഹരിയിൽ ജീവിക്കുകയാണ്. എവിടെയും ചിരിക്കുന്ന ആളുകളാണ്, ചിരിപ്പിക്കുന്ന ജനങ്ങളാണ്, ആഹ്ലാദിക്കുന്ന ജനങ്ങളാണ്. ഇന്നത്തെ വർത്തമാന സാഹചര്യം ഒരാനന്ദത്തിന്റെ ചിരിയുടെ ലോകത്തേക്ക് നീങ്ങുകയാണ്. ആ ചിരിക്കാൻ വേണ്ടി കോമഡിയിൽ ലയിച്ചു ചേരുന്നവർ, ചിരിക്കാൻ വേണ്ടി മിമിക്രിയിൽ ലയിച്ചു ചേരുന്നവർ, ചിരിക്കാൻ വേണ്ടി തമാശകൾ പറയുന്നവർ, ഇവിടെ ചിരിയുടെ ലോകത്ത് ജീവിച്ചുകൊണ്ട് റബ്ബിനെ മറന്ന് ജീവിക്കുന്ന മക്കളായപ്പോ സൂറത്തുൻ നജ്മിൽ അല്ലാഹ് ചോദിക്കുന്നു, മനുഷ്യ നീ ഇങ്ങനെ വല്ലാതെ പൊട്ടിച്ചിരിച്ച് ജീവിക്കുമ്പോ നിന്നെ കരയിപ്പിച്ച റബ്ബിനെ മറന്നു പോകണ്ട, നിന്നെ ചിരിപ്പിച്ച റബ്ബിനെ മറക്കണ്ട. അല്ലാഹു നിന്നെ ഒന്ന് കരയിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടിയായ സമയത്ത് നിന്നെ കരയിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. പ്രസവവാർഡിന്റെ മുന്നിൽ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞിട്ടില്ല എങ്കിൽ
ആ കുഞ്ഞിന്റെ ജീവന് ആയുസില്ല. കാരണം ഉമ്മയുടെ ഗർഭാശയത്തിലായ സമയം കുഞ്ഞിന്റെ വൃക്കകൾ പ്രവർത്തിച്ചിട്ടില്ല. ഉമ്മയുടെ വൃക്കകൾ ശുദ്ധീകരിച്ച രക്തം പൊക്കിൾ കൊടിയിലൂടെ നടക്കുകയാണ്. ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിറ്റാമിൻസുകൾ പൊക്കിൾ കൊടിയിലൂടെ പോവുകയാണ്. പ്രസവിച്ച് ഉമ്മയും കുഞ്ഞും വേർതിരിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ വൃക്കകൾ പ്രവർത്തിക്കണമെന്നാണ്. ആ കുഞ്ഞിന്റെ വൃക്കകൾ പ്രവർത്തിക്കണമെങ്കിൽ കുഞ്ഞിന് സ്പന്ദനമുണ്ടാകണം. ആ കുഞ്ഞൊന്ന് പൊട്ടിക്കരയണമെന്നാണ്. കുഞ്ഞ് പൊട്ടിക്കരയണോ? കുഞ്ഞിനെ ഒന്ന് ഇടിക്കണം. എന്നാൽ പ്രസവിച്ച ഒരു ചോരപ്പൈതലിനെ ഇടിക്കാൻ മനുഷ്യത്വമുള്ള ഒരാളെ കരങ്ങൾക്കും കഴിയില്ല, ഉമ്മക്കും കഴിയില്ല. അപ്പോഴാണ് റബ്ബ് വിളിച്ചുകൊണ്ട് വരുന്ന ക്രൂരനായ ഇബ്ലീസിനെയാണ്. ആ ഇബ്ലീസ് ഓടി വരികയാണ്. നിന്നെ അങ്ങ് വല്ലാതെ ആഘാതത്തിൽ ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ആ കുട്ടി അങ്ങ് പൊട്ടിക്കരയുന്നു. പൊട്ടിക്കരയുമ്പോ കുഞ്ഞിന്റെ വൃക്കകൾ പ്രവർത്തിക്കുകയാണ്. അതിലൂടെ കുഞ്ഞിന്റെ ജീവൻ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ആ ജനിച്ചതിന്റെ മിനിറ്റുകൾക്കുള്ളിൽ നീ ഒന്ന് കരഞ്ഞിട്ടില്ല എങ്കിൽ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അന്ന് നീ ഒന്ന് കരയണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി, നിന്റെ ജീവൻ നിലനിൽക്കണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി റബ്ബ് കഴിച്ച തന്ത്രം നീ ഓർക്കുന്നില്ലേ? എത്ര വലിയ തന്ത്രമാണ് അള്ളാഹ് എടുത്തിട്ടുള്ളത്. അന്ന് അള്ളാഹുവിന്റെ ആ ചന്ദ്രപരമായി ഇബ്ലീസിന്റെ കുത്തേറ്റിട്ടില്ല എങ്കിൽ നിനക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇബ്ലീസിന്റെ കുത്തേറ്റ് വരുന്നവരാണ്. എന്നാൽ അവിടെ ഒരു പ്രതിരോധ കുത്തിവെപ്പ് അല്ലാഹു തആല നടത്തുകയാണ്. ഈ നിന്റെ ജീവൻ രക്ഷിക്കണമെന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചപ്പോ ആ ഇബ്ലീസിന്റെ മരുന്ന് നിനക്ക് ശരീരത്തിൽ എഫക്ട് ചെയ്യാതിരിക്കാൻ ഒരു പ്രതിരോധ കുത്തിവെപ്പ് നടത്താൻ നിന്റെ വലത് ചവിട്ടിൽ ബാങ്ക് കൊടുക്കാൻ, ഇടത് ചവിട്ടിൽ ഇഖാമത്ത് കൊടുക്കുക. ഖാല റസൂലുള്ളാഹി, ബാങ്കും ഇഖാമത്തും കൊടുത്താൽ അല്ലാഹ് എന്ന പേരുകൾക്ക് വിളിച്ചോടുകയാണ്. ആ അല്ലാഹ് എന്ന മരുന്ന് കൊടുക്കാൻ അല്ലാഹ ജല്ല അസ്സ നഹ്മദു ദൗമാ അലൽ ഹിദായതി വ ഔലാനാ ഇൽമാ ഔലാനാ ഇൽമാ കം മിമ്മാ ആരിബാ ഖദ് ഔഫാനാ റഹ്മാ ആഫാനാ മിൻ ബാലാഇൻ സല്ലി സലാമാ സല്ലി സലാമാ. അത്ഭുതം കണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ അൽ അമീനായ മുത്ത് ആവേശത്തോടെ ആവേശത്തോടെ അല്ലാഹ ജല്ല അസ്സ നഹ്മദു ദൗമാ അലൽ ഹിദായതി വ ഔലാനാ ഇൽമാ ഔലാനാ ഇൽമാ. അല്ലാഹ് എന്ന പേര് ഇസ്ഹാഖാജി പറഞ്ഞു കുണ്ടൂർ ഉസ്താദിന്റെ ബെയ്ത്ത് പാടി വേണം പറയണം. അപ്പൊ ആ ബർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹ് എന്ന ആ പേര് അത് വലിയ ശക്തമാണ്. നമുക്ക് സ്വാഭാവികമായി തോന്നിയേക്കാം കാര്യം ഇബ്ലീസ് വലിയ ഒരു ക്രൂരനാണെങ്കിലും ആ ക്രൂരന്റെ ഒരു കുത്ത് നമുക്ക് ഏറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ജീവിക്കുമായിരുന്നില്ല. അവൻ ക്രൂരനാണെങ്കിലും ചെയ്ത ആ കാര്യം വലിയ പുണ്യമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് മറുപടിയായിട്ടാണ് അല്ലാഹ് പറഞ്ഞു റസൂൽ പഠിപ്പിച്ചത്. ആ ഇബ്ലീസ് നിങ്ങൾ ഓടി വരുന്നുവെങ്കിൽ അവൻ ഓടി വന്ന് എന്തിനാണ് നിങ്ങളെ എത്രയും പെട്ടെന്ന് ഇടിച്ചരെന്നല്ലേ തന്റെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ, തന്റെ പാർട്ടിയുടെ അംഗത്വം കൊടുക്കാമെന്ന ലക്ഷ്യത്തിൽ വന്നതാണ്. അവന്റെ വേലയങ്ങ് കഴിഞ്ഞപ്പോ അവന്റെ പ്രവർത്തനം റബ്ബങ്ങ് നിർവീര്യമാക്കുകയാണ്. അല്ലാഹ് എന്ന പേരുള്ള ആ ബാങ്കങ്ങ് കേൾക്കുന്ന സമയം ഇബ്ലീസിന്റെ കുത്തിന്റെ പ്രതിരോധ ശക്തിയായി അവിടെ നിന്ന് മാറുകയാണ്. അതുകൊണ്ടൊരു കുഞ്ഞു ലോകത്ത് ജനിച്ച് വീണാൽ അവന്റെ വലത് ചവിട്ടിൽ ബാങ്ക് കൊടുക്കുക, ഇടത് ചവിട്ടിൽ ഇഖാമത്ത് കൊടുക്കുക. ഖാല റസൂലുള്ളാഹി, വലിയ കുത്തിവെപ്പാണ്. ഇനിയും പറയാം, ആ മക്കള് നന്നാകാനുള്ള പിന്നെയുള്ള മാർഗം എന്താണ്?
പിൻകാലത്ത് നമ്മുടെ മക്കൾ സയ്യിദന്മാരെ ആദരിക്കുന്നവരാകണം. പിൻകാലത്ത് നമ്മുടെ മക്കൾ ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാകണം. തന്റെ മഹാരഥന്മാരെ മറന്നു പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ തറവാട്ടിൽ ജനിച്ചു വീണ മക്കൾ പിൻകാലത്ത് ഏതെങ്കിലും ക്യാമ്പസുകളിൽ എത്തുമ്പോ പുത്തനാശയക്കാരന്റെ ഷെറിൽ അകപ്പെട്ടു പോയി. അവർക്ക് മമ്പർത്ത തങ്ങളെ കേട്ടുകൂടാ, ബദിരീങ്ങളെ കേട്ടുകൂടാ. അത്തരക്കാരായ മക്കൾ ഒരു വാപ്പക്ക് ഉപകാരമുള്ള മക്കളല്ല എന്ന് മാത്രമല്ല, താൻ 6 അടി ഖബറിൽ കിടക്കുന്ന സമയം നമ്മളെ സ്റ്റേജിലൊന്ന് ദ്വാർക്കണമെന്ന് കരുതിയാൽ, തനിക്കൊരാണ്ട് നടത്തണമെന്ന് കരുതിയാൽ, 10 ആളെ വിളിച്ചിട്ട് എന്റെ വാപ്പക്ക് അന്നദാനം കൊടുക്കണമെന്ന് കരുതിയാൽ ആ മക്കള് പറയും വേണ്ട, അത്തരം സാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന മക്കളാകാതിരിക്കാൻ ആദ്യമായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ചെല്ലേണ്ടത് ഉമ്മയുടെ മുലപ്പാലല്ല, ബേബി ഫുഡുകളല്ല. സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഉമിനീര് കലർന്ന ഭക്ഷണം, ഒരു ഈത്തപ്പഴത്തിന്റെ മധുരമുള്ള നീര്, സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഉമിനീര് അവന്റെ വയറ്റിലേക്ക് ആദ്യം ചെല്ലേണ്ട ഭക്ഷണമാണ്. അക്കാലത്തുള്ള ഏറ്റവും വലിയ പുണ്യമാണ്. ഏത് ഉയർന്ന സ്ഥാനത്തിലെത്തിയാലും എന്റെ വയറ്റിലേക്ക് ആദ്യമായി കടന്നു വന്ന ഭക്ഷണം ആ തങ്ങൾ തുപ്പിയ ഈത്തപ്പഴത്തിന്റെ നീരാണ്. അല്ലെങ്കിൽ എന്റെ പൂർവികരായ ഉപ്പാപ്പയായ സാലിഹീങ്ങളെ ആദരിച്ച ആ ഉപ്പാപ്പ വായിട്ട് ചവച്ച മധുരമുള്ള നീരാണ്. ഇതുകൊണ്ടാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 10 മാസം ഗർഭിണിയായ നിലക്ക് ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഖുബയിലെത്തിയപ്പോ എനിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയാണ്. ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, ഐന ഹബീബുല്ലാഹ്, ഐന റസൂലുള്ളാഹ്. ആളുകൾ പറയുന്നു, ഇന്നത്തെ മസ്ജിദുൽ ഖുബാ നിലകൊള്ളുന്ന ഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബുണ്ടെന്ന് കേട്ടപ്പോ ഈ ചോരപ്പൈതലിനെയും എടുത്തിട്ട് ഞാൻ അങ്ങ് ചെല്ലുകയാണ്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ഒരു ഈത്തപ്പഴം വായയിലിട്ട് ചവച്ചുകൊണ്ട് അതിന്റെ മധുരമുള്ള നീരന്റെ കുഞ്ഞിന് കൊടുത്തു. പിൻകാലത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആകുന്ന പ്രഗൽഭനായ സഹാബി ഉണ്ടല്ലോ, അത് അള്ളാന്റെ റസൂല് മധുരം കൊടുത്ത കുഞ്ഞാണ്. സ്വാലിഹീങ്ങളെ ഉമദീർ കിട്ടിയാൽ അങ്ങനെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഇത്ര വലിയ ആളാകാനുള്ള കാരണം എന്റെ അമ്മാവനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചുകോയ തങ്ങപ്പ, നമ്മൾ ഇസാഖാജിക്കും ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള കുണ്ടൂർ ഉസ്താദുമായൊക്കെ നല്ല ബന്ധമുള്ള ഇമ്പിച്ചുകോയ തങ്ങപ്പാപ്പ അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, എനിക്ക് മധുരം തന്നത് ആ തങ്ങളാണ്. അതങ്ങനെയാണ്. അങ്ങനെ ഓരോ പ്രഗത്ഭരായ ആളുകളും വലുതായതിൽ വലിയ പങ്ക് അവർക്ക് മധുരം കൊടുത്തവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മക്കളുണ്ടായാൽ ആ മക്കൾ ആദ്യം കൊടുക്കേണ്ടത് ഉമ്മയുടെ മുലപ്പാലല്ല, ബേബി ഫുഡുകളല്ല. തഹ്നീക്ക് കൊടുക്കുക, മധുരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു സാലിഹായ മനുഷ്യൻ അയാളെ വായയിലിട്ട് ചവക്കുന്ന ഈത്തപ്പഴത്തിന്റെ മധുരമുള്ള നീര് നിന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ചെന്നാൽ നിന്റെ കുഞ്ഞ് സാലിഹീങ്ങളെ ആദരിക്കുന്ന മക്കളാകാൻ, സാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട മക്കളാകാൻ അത് ഏറ്റവും വലിയ ചികിത്സയാണ്. അത് ഹബീബായ നബി തങ്ങൾ നടത്തിയ കാര്യമാണ്. ഇന്നോളമുള്ള മുഴുവൻ ആളുകളും സാലിഹീങ്ങളെ നിർവഹിച്ചു പോരുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകാനുള്ള മരുന്ന് കണ്ടില്ലേ നിങ്ങൾ? ഇന്നതൊക്കെ പോയി. ആരാതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇനിയും കഴിഞ്ഞില്ല. ആ മക്കൾക്ക് നിങ്ങൾ നല്ല ഒരു പേര് വെക്കണമെന്നാണ്. ആ പേര് വെക്കുമ്പോഴും നിങ്ങളെ മക്കൾ നന്നാകണമെന്ന ലക്ഷ്യമാണ്. അമ്പിയാക്കളെ പേര് വെക്കുക, ഔലിയാക്കളെ പേര് വെക്കുക, സാലിഹീങ്ങളെ പേര് വെക്കുക, അത് മക്കൾ നന്നാകാനുള്ള മാർഗമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗത്ത് പരിശോധിച്ചു നോക്കിയാൽ
നമ്മളെ ഭാഗത്ത് മമ്പർത്ത പാപ്പാന്റെ സയ്യിദ് അലവി എന്ന പേര് വ്യാപകമാണ്. തിരുവനന്തപുരത്ത് പോയ മാഹി എന്ന പേര്, ഭീമാ ഉമ്മ എന്ന പേര് കാണാം. ലക്ഷദ്വീപിലെ കവരത്തിയിൽ പോയാൽ മുഹമ്മദ് ഖാസിം തങ്ങൾ എന്ന പേര് കാണാം. അങ്ങനെ ഓരോ ഭാഗത്ത് ജീവിച്ച സാലിഹീങ്ങൾ ഉണ്ടല്ലോ, ആ സാലിഹീങ്ങളെ സ്മരിച്ചിട്ട് പേര് വെക്കുന്നവരാ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളെ പേര് വെക്കുന്നതും അത് ഏറ്റവും നല്ല നന്മയുടെ മാർഗം തന്നെയാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മഹുല്ലാ അവിടുത്തെ ഖസീദത്തുൽ ബുർദയുടെ അവസാനം പറയുകയാണ്, മിൻഹു ബി തസ്മിയതി മുഹമ്മദൻ വഹുവ ഫൽഖൽഖി മിൻ ദിമമി. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി, ആ ഹബീബായ നബി തങ്ങളെ പേരിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും മുത്തു റസൂലി എന്നെ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാ. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂല് പറയുകയാണ്, നാളെ പാരത്രിക ലോകത്ത് നിങ്ങളെ മക്കളെ പേരുകളെ കൊണ്ടാണ് വിളിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അഹ്സിനു അസ്മാക്കും, ആ മക്കളെ പേരുകൾ നിങ്ങൾ നന്നാക്കിക്കൊള്ളുക. അതുകൊണ്ട് വാപ്പന്റെയും ഉമ്മന്റെയും സ്പെല്ലിംഗ് ഒപ്പിച്ച് പേര് വെക്കേണ്ടവരല്ല, സ്പോർട്സ് നേതാക്കളെ പേര് വെക്കേണ്ടവരല്ല, സിനിമ നടന്മാരെ പേര് വെക്കേണ്ടവരല്ല. നല്ലവരെ പേര് ചേർത്ത് വിളിച്ചാൽ ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ നന്നായി കിട്ടണമെന്നാണ്. അതുകൊണ്ട് പേര് നന്നാക്കി എടുക്കുക, അമ്പിയാക്കളെ പേര് വെക്കുക, ഔലിയാക്കളെ പേര് വെക്കുക. ആ പേരിനും ഒരു മഹിമയാണ്, ആ പേരൊരു പുണ്യമാണ്. അത് പഴയ കാലത്ത് ആളുകൾ അങ്ങനെയാണ്. ഒരു പേര് വെച്ചാൽ അക്കാലത്തെ പണ്ഡിതന്മാരോട് മുശാവറ ചെയ്യാറുണ്ട്. ഇന്ന് ഏതെങ്കിലും കാണുന്ന രസമുള്ള പേര് വെക്കുക എന്നതല്ലാതെ ഇതുകൊണ്ട് വരാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നറിയുന്നില്ല. നിങ്ങൾക്ക് മരിച്ചുപോയ മക്കളാണെങ്കിലും ശരി, പ്രസവിച്ചപ്പോ തന്നെ മരിച്ചുപോയ മരണപ്പെട്ട കുട്ടികളാണെങ്കിലും ശരി, ആ കുട്ടികൾക്ക് നിങ്ങൾ നല്ല പേര് വെക്കണമെന്നാ. നാളെ പാരത്രിക ലോകത്ത് ആ മക്കളെ പേര് കൊണ്ടാണ് വിളിക്കപ്പെടുന്നതെങ്കിൽ ആ പേര് നിങ്ങൾ മെച്ചപ്പെടുത്തിക്കൊള്ളുക. സാലിഹീങ്ങളെ പേര് വെക്കാൻ, മഹാത്മാക്കളെ പേര് വെക്കാൻ, ആ സാലിഹീങ്ങളുമായി ബന്ധപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, അക്കാലത്ത് മുഹിയുദ്ദീൻ, ഈ മുഹിയുദ്ദീൻ ഒക്കെ അങ്ങനെ വന്ന പേരാണ്, സാലിഹീങ്ങളെ പേരാണ്. ഇന്ന് അതും നമ്മുടെ കുടുംബത്തിൽ നിന്ന് എടുത്തുപോയി എന്ന് മാത്രമല്ല, ഈ നല്ല നല്ല ആചാരങ്ങൾ എടുത്തുപോയിട്ട് അതാ യഥാർത്ഥമായ സുന്നത്തിന്റെ ചില മേഖലകൾ ദൂർത്തിന്റെ വഴിയിലേക്ക് നീങ്ങി. പല വീട്ടിലും മുടികളച്ചിലെന്ന പേരിൽ വലിയ പുണ്യമുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. അതിന്റെ പേരിൽ മക്കളെ പേരിൽ അറവ് നടത്തലും വലിയ പുണ്യം തന്നെയാണ്. അതിന്റെ കാരണം കൊണ്ട് കുട്ടിയുടെ സ്വഭാവം നന്നാകാൻ, കുട്ടിയുടെ രഗലുകൾക്ക് രക്ഷ കിട്ടാൻ അതിനുതകുന്ന ഒരുപാട് പ്രവർത്തനം അറവ് മൃഗത്തിനുണ്ടെങ്കിലും ഈ മഹത്തായ വലിയ സുന്നത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരും ഇന്ന് അഹങ്കാരത്തിന്റെ വഴിയിലേക്ക് നീങ്ങുകയാണ്. മക്കൾ നന്നാകണമെന്ന ലക്ഷ്യത്തിൽ ഇന്ന് ഒരാളും ബലിയർപ്പണം മക്കളെ പേരിൽ അറവ് നടത്തുന്നില്ല. ഓരോരോ ആളുകളുടെ സ്ഥിതി എന്താണ്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അറവ് നടത്തുന്നത്. വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് അറവ് നടത്തുന്നവർ, കാരണം ഞാൻ തറവാടിന്റെ മുന്നിൽ മാനം കെട്ടു പോകുമെന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച സ്ത്രീധനത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് വിലയിരുത്തിയിട്ട് വലിയ വലിയ 10,000 പൊടിക്കുന്ന മൃഗം നടത്തുകയാണ്. അവർക്കൊരു സുന്നത്ത് നടത്തണമെന്ന ലക്ഷ്യമല്ല, തന്റെ മക്കൾ നന്നാകണമെന്ന ലക്ഷ്യമല്ല, മറിച്ച് ജനങ്ങളെ മുന്നിൽ ക്രെഡിറ്റ് കിട്ടണമെന്നാണ്. അത് ഒന്നുകൂടെ പരിഷ്കരിച്ച് 2, 3, 4, 5 ഇറക്കുന്ന സ്വഭാവമായി. എന്നിട്ടോ അതിനുവേണ്ടി ലോൺ എടുക്കാൻ, പണയപ്പെടുത്താൻ, പലിശക്കെടുക്കാൻ സമൂഹം മാറി. എന്നാൽ ഇത് മക്കൾ നന്നാകണമെന്ന ലക്ഷ്യത്തിലാണെങ്കിൽ അല്പം മാംസം മധുരമുട്ട് വേവിക്കല് വലിയ പുണ്യമുണ്ട്. എല്ലുകൾ പൊട്ടിക്കാൻ പാടില്ലെന്ന നിബന്ധനയുണ്ട്. തോല് നിങ്ങൾ കൂലിക്കാര് കൊടുക്കേണ്ടതല്ല, സംഭാവന കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഇതിലുള്ള ഒരുപാട് നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാകാതെ
മാമൂല്യത്തിന്റെ ചടങ്ങുകളായി മാറ്റാതെ അത് തന്റെ മക്കളെ ഗുണമേന്മയ്ക്ക് വേണ്ടി നിർവഹിക്കാൻ തയ്യാറാകണം. ഇത് നിങ്ങൾ വാശി പിടിക്കേണ്ട ഒരു കാര്യമല്ല. അത് നിങ്ങൾക്ക് ഈ കുട്ടിക്കാലത്ത് സാധിച്ചിട്ടില്ലെങ്കിൽ മരിക്കുന്നതിന്റെ മുമ്പായി നിങ്ങൾക്ക് ചെയ്യാൻ അവസരമുള്ള വിശാലമായ ഒരു പുണ്യമാണ്. അതുകൊണ്ട് ധൃതി പിടിക്കേണ്ടതില്ല. അതും മക്കൾ നന്നാകാനാണ്. പക്ഷെ ഇത് എഴുന്നറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണോ കഴിയുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ വാപ്പ ഒരു അറിവ് നടത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ അടുത്താലും അതിന്റെ കടമ വീടുമല്ലോ. പിന്നെ നമ്മൾ ഈ ലോൺ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് കിട്ടാൻ എണ്ണമറ്റ പ്രവർത്തനം ചെയ്യേണ്ടതില്ല. ആടർത്താൽ വീടും പുരുഷനങ്ങ് ആൺകുട്ടിക്ക് രണ്ടാടർത്താൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾ നന്നാകണം എന്ന ലക്ഷ്യമാണ് എല്ലാ സമയത്തും നമുക്കുണ്ടാകേണ്ടത്. ഇതുപോലെ മക്കൾ നന്നാകാൻ ചെയ്യുന്ന പ്രവർത്തനം ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും ഒരുപാട് വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. വളരെ ചുരുക്കി പറഞ്ഞെടുത്താൽ ആ മക്കളെ ഓരോരോ വളർത്തുകാലത്തും മാതാപിതാക്കളെ ശിക്ഷണം അനിവാര്യമാണ്. കുട്ടികളുള്ള ഉമ്മക്ക് ഒരുപാട് ഇളവുകളല്ല കൊടുക്കുകയാണ്. നീ ഒരു പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് നിന്റെ ചെറിയ ചോര പൈതലുണ്ടായാൽ പരിശുദ്ധ റമദാന്റെ നോമ്പെടുക്കുന്നതിൽ അളവ് തരികയാണ്. റമദാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോമ്പൊഴിവാക്കാൻ അളവ് തരികയാണ്. പിന്നീട് നോമ്പ് ഖളാ വീട്ടണമെന്ന നിബന്ധനയേ ഉള്ളൂ. ഇതേ പ്രകാരം നിന്റെ പ്രയാസത്തിന് വേണ്ടി ഒരുപാട് ഇളവ് നൽകുകയാണ്. ഒരുപാട് വിടുതികൾ നിങ്ങൾക്ക് നൽകുകയാണ്. എന്നിട്ട് പോലും നമ്മൾ ഇവിടത്തെ മഹത്വം മനസ്സിലാക്കുന്നില്ല. ചെറിയ മക്കളെന്ന് പറഞ്ഞാൽ വലിയ പുണ്യമാണ്. ആ മക്കളുള്ളയിടത്ത് റബ്ബ് ബറക്കത്ത് ചെയ്യുകയാണ്. മക്കളോട് കൃപ കാണിക്കേണ്ടവരാൻ, കാരുണ്യം കാണിക്കേണ്ടവരാൻ. ആൺമക്കളായാലും പെൺമക്കളായാലും സ്നേഹത്തോടെ പെരുമാറണമെന്ന് മാത്രമല്ല, പെൺകുട്ടികളാണെങ്കിൽ ഒന്നുകൂടെ ക്രെഡിറ്റ് കൂടുകയാണ്. ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ വിവാഹ പ്രായമെത്തുന്നത് വരെ വളർത്തിയാൽ, അല്ലെങ്കിൽ അനുയോജ്യമുള്ള ഭർത്താവിനെ കൊണ്ട് കല്യാണം നടത്തുന്നത് വരെയോ മരണം വരെയോ വളർത്തിയാൽ, ആ പെൺകുട്ടിയെ വളർത്തുന്ന വാപ്പയും ഞാനും നാളെ സ്വർഗത്തിൽ ഇതുപോലെയാ രണ്ട് വിരല് അടുപ്പിച്ച് വെച്ച് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. ഇനിയോ ആ പെൺമക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ SYSന്റെ റിലീഫ് പ്രവർത്തനം. പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ ഒരുങ്ങുന്നു. അതുപോലെ പാവപ്പെട്ട കുട്ടികളെ വിവാഹ സഹായത്തിന് ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പൊതുപ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. സാന്ദർഭികമായി ഉറപ്പെടുത്തുകയാണ്, നമ്മുടെ സമൂഹത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി കല്യാണ പ്രായമെത്തി നിൽക്കുമ്പോ, ആഡംബരമുള്ള കല്യാണങ്ങൾ നടത്തിയിട്ട് പൊടി പൊടിക്കുമ്പോ, നമ്മളെ മക്കളെ കല്യാണം ചെയ്താൽ ആ മക്കൾക്ക് റബ്ബ് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കുകയില്ല. താൻ ഇവിടെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ടാകുമ്പോ, നമ്മൾ കൊട്ടാര തുല്യമായ വീടുണ്ടാക്കി ജീവിക്കുമ്പോ നമ്മളെ വീടുകളിൽ റബ്ബ് മനസ്സമാധാനം നൽകുകയില്ല. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമ്പോ ആ രോഗിക്ക് നമ്മൾ ചികിത്സിക്കാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് റബ്ബ് ആഫിയത്ത് നൽകുകയില്ല. അതുകൊണ്ട് സാന്ദർഭികമായി ഉറപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട ശൈഖുനാ കുണ്ടൂർ ഉസ്താദ് അല്ലാഹു ദറജേറ്റി കൊടുക്കുമാറാകട്ടെ, ജീവിതകാലം മുഴുവനും ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു എന്ന് മാത്രമല്ല, സല്ലി സലാതൻ കാമില സല്ലിം സലാമൻ ശാമില അലാ മൻ ജാഅകാഫിലൽ ഐതാമി വൽ ആറാമില അസ്ക സ്വലാത്തി വസ്സലാം യൻസബു മിൻക ബിദവാം യശ്മലു ആലഹുൽ കിറാം വസഹ്ബഹുൽ അമാദില. ജീവിതകാലം മുഴുവനും വിധവകൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി
മാത്രമല്ല പ്രവാചക പ്രേമത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിച്ചപ്പോ താൻ വഫാത്തായി കിടക്കുന്ന മഖ്ബറയിലും എല്ലാ സമയത്തും മുത്ത് റസൂലിന്റെ മദ്ഹ. എല്ലാ വെള്ളിയാഴ്ച രാവിലും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബുർദ മജ്ലിസാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിലത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതേ പ്രകാരത്തിൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വലിയ പ്രോത്സാഹനമാണ് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബി അള്ളാഹുവിന്റെ റസൂല് 2 കുട്ടികളെ ഉമ്മ വെക്കുന്നത് കണ്ടപ്പോ ആ സഹാബി പറയുകയാണ്, പ്രിയപ്പെട്ട നബിയേ, തങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? ഇന്നലി അശറത്ത ഔലാദ്, എനിക്ക് 10ഓളം മക്കളുണ്ട് നബിയേ, ഒരു കുഞ്ഞിനെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് തുടുത്തുപോയി. റസൂലുള്ള പറഞ്ഞു, എടോ മനുഷ്യ, നിന്റെ മുഖത്തിൽ നിന്ന് അല്ലാഹു തആല റഹ്മത്ത് ഊരിക്കളഞ്ഞ് ഞാനെന്ത് ഉത്തരവാദിയാ? ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ അവൻ എന്റെ സമുദായത്തിന്റെ മെമ്പറല്ല. ഖാല റസൂലുള്ളാഹി. ഈ രാജ്യത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കുന്ന കുട്ടികൾ ആ ചെറുപ്രായം മുതൽക്ക് വാത്സല്യത്തോടെ കൊണ്ടു നടക്കാൻ, കാരുണ്യം തിരിഞ്ഞു കൊടുക്കാൻ ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചൊരു നേതാവാ മുത്തുനബി. അതുപോലത്തെ ഒരു നേതാവിനെ കാണാൻ കഴിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ നവംബർ 14 കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുമ്പോ ഈ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുട്ടികളോട് കാണിച്ച കരുണയാണ് വിലയിരുത്തുന്നെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് കുട്ടിക്കാലത്ത് മക്കളോട് കാണിച്ച പ്രോത്സാഹനം, ചെറുപ്രായത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ ജീവിതം കണ്ടതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ശരീരത്തിൽ മക്കൾ ഇങ്ങനെ കിടന്ന് മറിയുകയാണ്. ആ വന്ന മനുഷ്യൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫ, എനിക്ക് അങ്ങയുടെ ഭരണത്തിന്റെ കീഴിൽ ജോലി കിട്ടണമെന്നാ. ഞാൻ തൊഴിലില്ലാത്ത മനുഷ്യനാണ്, ജോലിയുടെ അപേക്ഷയുമായി വന്നവരാ. പക്ഷേ എനിക്കൊരു സംശയം തോന്നുകയാണ്, നിങ്ങളെപ്പോലത്തെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ ഖലീഫ ഇതുപോലെ കുട്ടികൾ ഇങ്ങനെ നെഞ്ചത്ത് മരിഞ്ഞു കളിക്കുമ്പോ, ശരീരത്തിൽ കടന്നു കളിക്കുമ്പോ ഇത് തങ്ങൾക്ക് യോജിച്ചതല്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം നമുക്കറിയാം. കിസ്റാ വിറക്കും കൈസറും നെട്ടുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ വിറക്കുന്നതാ. ആ വലിയ ഗൗരവമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് ഇതങ്ങ് കേട്ടപ്പോഴേക്ക് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾക്ക് മക്കളില്ലയോ? എനിക്ക് മക്കളുണ്ട് ഖലീഫ. ഞാൻ ഇതുപോലെ മക്കളോട് വാത്സല്യം കാണിക്കാറില്ല. ഖലീഫ പറഞ്ഞു, എടാ മനുഷ്യ, നിങ്ങൾക്ക് എന്റെ ഭരണത്തിന്റെ കീഴിൽ ജോലിയില്ല. കാരണം നിങ്ങളെ മക്കളോട് വാത്സല്യം കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ എത്രയോ ഗൗരവ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ എന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യ, നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ എന്റെ ഭരണത്തിന്റെ കീഴിൽ ജോലിയില്ല. മുത്തുനബിന്റെ ശൈലി അതാണ്. നമ്മളോ മക്കളുമായി ഇടപഴകാൻ സമയം കണ്ടെത്താറില്ല. ആ മക്കളെ സ്നേഹിപ്പിക്കാൻ തയ്യാറാകാറില്ല. അല്ലാഹുവിന്റെ റസൂല് പ്രാക്ടിക്കലായി മക്കൾക്ക് പഠിപ്പിച്ചിരുന്ന കുറെ കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് കുട്ടികളെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട കുട്ടികൾ ഇങ്ങനെ ദൂരെയുള്ള പാത്രത്തിലേക്ക് കൈകൾ ഇങ്ങനെ വലിക്കുമ്പോ നീട്ടുകയാ. റസൂലുള്ള പറയുന്നു, മോനെ, സമ്മില്ലാ, ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഒക്കുൽ മിമ്മാ യലീകാ, നിന്റെ അടുത്തുള്ള പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഒക്കുൽ ബിയമീനികാ, നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നാണ്. എത്ര നിർദ്ദേശമാണ് മോനെ! വലത് കൈ കൊണ്ട് കഴിക്കണം കേട്ടോ. പിന്നെ ബിസ്മി ചൊല്ലണം. ദൂരെ നിന്ന് വലിഞ്ഞു നിന്നാകുമ്പോ അടുത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പിന്നീട് മക്കള് നല്ല ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിച്ചവരായി.
ബാപ്പയുടെ കൂടെ മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്ന സ്വഭാവമില്ല, ഭക്ഷണത്തിന്റെ മര്യാദ പറഞ്ഞു കൊടുക്കാറില്ല എന്ന് മാത്രമല്ല, LKG UKGന്റെ പ്രായം പരിമിച്ചിരിക്കുകയാണ്. അടുത്ത ജൂൺ 1 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് വളർത്തുകാര്യങ്ങളുണ്ട്. മക്കൾ ചീത്തയാകുന്ന പ്രാഥമികമായ ഘട്ടമാണ് ഇവിടെ വരാൻ പോകുന്നത്. തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുള്ള ലക്ഷ്യം എന്താണെന്നല്ലേ? 10,000 ഡൊണേഷൻ കൊടുത്താലും തന്റെ മക്കൾ ടൈയും കോട്ടും സൂട്ടും ഇട്ടിട്ട് നടന്നു പോകുന്ന കലാലയം കിട്ടണം. അത് വഹാബിന്റെതായാലും കുഴപ്പമില്ല, ജമാഅത്തുകാരൻ്റെതായാലും കുഴപ്പമില്ല, ആശയമില്ലാത്തവൻ്റെതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ഇതിലൂടെ നമ്മളെ മക്കള് നശിക്കുകയാണ്. ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫതുൽ മുഈനിന്റെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്, ബാപ്പമാരെ നിങ്ങൾക്ക് നിർബന്ധമാണ്, ഉമ്മമാരെ നിങ്ങൾക്ക് നിർബന്ധമാണ്, രക്ഷിതാക്കളെ നിങ്ങൾക്ക് നിർബന്ധമാണ്, സംരക്ഷകരെ നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങളെ മക്കൾ ചെറുപ്രായം വിട്ടാൽ ആ മക്കൾ ആദ്യമായി പഠിക്കേണ്ടത് ബാപ്പയുടെ പേരല്ല, ഉമ്മയുടെ തറവാടല്ല. മോനെ, നമുക്കൊരു നേതാവുണ്ട്, ആ നേതാവിന്റെ പേരെന്താണെന്നറിയുമോ? അതാണ് മോനെ മുഹമ്മദ് മുസ്തഫ. ഇത് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അപ്പൊ ഇക്കാലത്ത് LKG പ്രായത്തിൽ പോവുകയാണ്. എന്നിട്ട് ബാപ്പയുടെ മനസ്സിൽ 10,000 ഡൊണേഷൻ കൊടുത്താലും ഒരുപക്ഷെ ഈ രാജ്യത്തെ പുത്തനാശയക്കാരന്റെ സ്ഥാപനത്തിലെത്തിയാൽ അവൻ ഹബീബായ നബി തങ്ങളെ മോശമായി പഠിപ്പിക്കും, ഔസുല്ലാലമിനെ താറടിച്ച് പഠിപ്പിക്കുകയാണ്, ഇഫായി ശൈഖ് തങ്ങളെ കളിയാക്കുകയാണ്, പൂർവികരായ ആചാരങ്ങളെ പരിഹസിക്കുകയാണ്. പിൻകാലത്ത് തന്റെ മക്കള് മൗലിദ് ആഘോഷിക്കുന്നില്ല, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുന്നില്ല, ആ മക്കള് ചീത്തയാകാനുള്ള മാർഗമായി മാറുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ പെരുകുകയാണ്. മാത്രമല്ല, നമ്മളെ ഈ ഒളവോട്ടൂരിലും റോസ്ലാൻഡ് എന്ന പേരിൽ മദ്രസയും സ്കൂളും ഒന്നിച്ച് പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്. അതേ പ്രകാരം പല സ്ഥലങ്ങളിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നിലനിൽക്കുന്നിടത്തല്ലാതെ LKG UKGന്റെ പ്രായം വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് റസൂലുള്ള പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും എന്തു കൊടുത്താലും സ്വീകരിക്കാൻ പക്വതയുള്ള രൂപത്തിലാണ്. ആ മാതാപിതാക്കൾ അവരെ ജൂതന്മാരാക്കുന്നു, മാതാപിതാക്കൾ അവരെ ക്രിസ്ത്യാനിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ LKGന്റെ പ്രായം ക്രിസ്തു മിഷണറി സ്ഥാപനത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വഹാബി മിഷണറി സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുക്കുകയാണ്, ജമാഅത്തുകാരന്റെ മിഷണറി സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ നമ്മളെ മക്കള് നശിക്കുകയാണ്. ഒരിക്കലും ഉമ്മമാരെ അള്ളാഹുവിന്റെ ഹബീബിനെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലല്ലാതെ ചേർക്കാൻ പാടില്ല. നിങ്ങൾക്കറിയണം, മഖ്ദൂനങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഴയ കാലത്തെ നമ്മളെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൗലീദുബി മക്കത്തൽ ആമീന വഫാതുബി ത്വയ്ബത്തൽ മദീന. മഖ്ദൂനങ്ങൾ പറയാണ്, മുത്തുനബിന്റെ ജനനം അത് മക്കത്താണെന്ന് വാപ്പ പഠിപ്പിച്ചു കൊടുക്കണം, വഫാത്ത് മദീനയിലാ, അവിടത്തെ ഉജറത്തു ശരീഫയാകുന്ന റൗള മുശറഫ അത് മദീനത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കല് മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. യാരെ ഏതുമ്മക്കും വാപ്പക്ക ഒഴിവ്? പഴയ കാലത്തെ ഉമ്മാമത്ത് ആരാട്ട് പാടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാണ്, ആദി അമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് ആദരവായ റസൂലുള്ളാഹ് ആമന്ന ബി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഴയ കാലത്തെ ആദി അമൈത്തെ പാട്ടൊക്കെ
എത്ര പ്രശസ്തമാണ്. എന്താണത്? ചെറിയ മക്കൾക്ക് മുത്തുനബിയെ പഠിപ്പിച്ചു കൊടുക്കാൻ ആ കാലത്തെ മാതാപിതാക്കൾ തെരഞ്ഞെടുത്ത വഴിയാണ്. ബദറിലും ഉഹദിലും ശോഭ നബി, ആമീന തന്റെ പൊന്നുസബി, ബദറുൽ അമീനായി വന്ന നബി, ആമന്ന ബി റസൂലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയുള്ള തന്ത്രത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ശൈഖുനാ ഗുണ്ടൂർ ഉസ്താദിന്റെ ശൈലി കുട്ടികളെ ഇങ്ങോട്ട് കിട്ടിയാൽ, മക്കളെ നിങ്ങൾ പാടു മുത്തുനബിന്റെ ആ മദ്ഹ്. ആ മക്കൾക്ക് മുത്തുനബിന്റെ ആദരവായ പാട്ടിങ്ങനെ പാടിക്കൊടുക്കും. മലയാളത്തിൽ പാടിക്കൊടുക്കും, അറബിയിൽ പാടിക്കൊടുക്കും, പദ്യത്തിൽ പാടിക്കൊടുക്കും, ഗദ്യത്തിൽ പറഞ്ഞു കൊടുക്കും. എല്ലാ ആളുകളെയും പഠിപ്പിക്കുകയാണ് മുത്തുനബിയെ. ആ മക്കളെ മുഴുവനും വെച്ചിട്ട് പറയാണ്, മക്കളെ അള്ളാന്റെ ആറ്റൽ റസൂലല്ലേ, ഉമ്മ ആമീന കാരമ്പമോനല്ലേ, ആലങ്ങൾ കാകെ ഹബീബല്ലേ, ആലങ്ങൾക്കാകെ ഹബീബല്ലേ, തിരു താഹ മുഹമ്മദ് റസൂലല്ലേ. ഉസ്താദ് അങ്ങനെ പാടും. അറിവിന്റെ ലോകത്ത് വിള്ളി ഉലൂമ്. ആ വിള്ളിയൊക്കെ കൊണ്ടു ഉസ്താദ് വിശേഷിച്ചു, മക്കളെ വിള്ളി അത് വെള്ളിയല്ല, വിള്ളിയാണ്. അങ്ങനെ പറയാം. ആ മക്കളെ വെച്ച്, മക്കളെ അള്ളാന്റെ ആറ്റൽ റസൂലല്ലേ, ഉമ്മ ആമീന കാരമ്പമോനല്ലേ, ആലങ്ങൾ കാകെ ഹബീബല്ലേ, തിരു താഹ മുഹമ്മദ് റസൂലല്ലേ. അങ്ങനെ ഓരോ ഉമ്മാരും ഉസ്താദ് പറയും, കുട്ടിക്കാലത്ത് പൊന്നാനി ഭാഗത്തിലൂടെ നടന്നു പോകുമ്പോ ആ പൊന്നാനിക്കാര് ദബ്ബ് മുട്ടിയ പാട്ടാണ്. ആദി ഔവൽ മൈദരായിപ്പ വെച്ച മുഹമ്മദാ, ബദറിലും ബദലങ്കിടുന്നൊരെ കാണുവാൻ വിധിയേകല്ലാ. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ഇന്നത്തെ ചില മിഷണറി നഴ്സറികൾ വന്നിട്ട് പറയാണ്, മക്കളെ നമ്മളെ കുട്ടികൾ റസൂലുള്ളാഹിനെ പഠിക്കുമ്പോ നല്ല പണക്കാരന്റെ മക്കൾ 10,000 ഡൊണേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ സ്ഥാപനത്തിന്റെ മൂല്യം കാണാതെ ആ മക്കളെ എത്തിക്കുന്ന വഹാബി മിഷണറി സ്ഥാപനത്തിലാണ്, പുത്തനാശയക്കാരന്റെ സ്ഥാപനത്തിലാണ്. അങ്ങനെ കുഞ്ഞിക്ക് റസൂലുള്ളാഹിയെ വെറുപ്പ് തോന്നിപ്പിക്കുകയോ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുകയില്ല. മുത്തുനബിന്റെ പേര് മാത്രം പോരാ, മക്ക, മദീന. ഉസ്താദിന്റെ വരിയാണ്, യമൻ ഖുലിഖ ലിഹുബ്ബില്ലാഹി, യമൻ ഖുലിഖ ബിനൂരില്ലാഹി, യാ സയ്യിദനൽ മക്കിയൽ മദനി ലില്ലാഹി, നർജു ബറകാതിക യാ ബിഗിയതനാ യാ നൂറല്ലാഹി. മക്കിയും മദനിയും, മക്കത്തും മദീനത്തും പോരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജറത്തു ശരീഫ, ആ ഖുബ്ബത്തുൽ ഖൽറാ, തുബാ ലിമൻ ബനാ ഖുബ്ബത്തുൽ മദീന ഖദ് അഖാമാ, സല്ലി യാ റബ്ബനാ വ സലാമാ, طيب تربتي فهمسكن ولا ومراما, صل يا ربنا وسلاما.